സ്കൂൾ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ റോഡിൽ നിർത്തിയ സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ കടുത്ത നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ബസ്സിൽ കയറ്റണമെന്ന് യാചിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോ ദൃശ്യം വൈറലായിരുന്നു. യാത്ര നിഷേധിച്ച കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. വടക്കാഞ്ചേരി ക്ലേലിയ ബാർബിയറി ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 8 കുട്ടികൾക്കാണ് റോഡിൽ കാത്തുനിൽക്കേണ്ടി വന്നതും യാചിക്കേണ്ട അവസ്ഥയുണ്ടായതും. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ മെജോമോൻ ബസ്സിലെ കണ്ടക്ടർ മംഗലം സ്വദേശി ദാസന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടിയെടുത്തതായി വടക്കാഞ്ചേരി സബ് RTO വ്യക്തമാക്കി. ചൊവ്വാഴ്ച വൈകിട്ടാണ് വിദ്യാർത്ഥികളുടെ വൈറൽ ദൃശ്യത്തിനടിസ്ഥാനമായ സംഭവം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നടന്നത്. 10ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി കൈകൂപ്പി അപേക്ഷിക്കുന്നതാണ് വീഡിയോയിലുണ്ടായിരുന്നത്. സമൂഹമാധ്യമങ്ങളിൽ സംഭവം ചർച്ചയായതോടെ കണ്ടക്ടറെ സബ് RTO ഓഫീസിലേക്ക് ഇന്നലെ വിളിച്ചുവരുത്തി ലൈസൻസ് കണ്ടുകെട്ടി രേഖാമൂലം വിശദീകരണം തേടി. സംഭവത്തിന്റെ നിജസ്ഥിതി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിന് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. ശിക്ഷാ നടപടികളുടെ ഭാഗമായി ദാസിനെ എടപ്പാളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന കേന്ദ്രത്തിൽ 5 ദിവസത്തെ ട്രെയിനിങ്ങിന് അയക്കുമെന്നും സെന്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, നിസാർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതൊരു 6 വർഷം മുന്നേ. അപ്പം അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അതിന് സാധാരണ പെയിൻ അത്ര സഹിക്കണ ആളല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പിഡ്യൂറൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എപ്പിഡ്യൂറലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു. ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു എന്നോട്. എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്.